എല്ലാവർക്കും സ്ട്രോബെറി ചാനലിൻ്റെ ഓണം സീരീസിലേക്ക് സ്വാഗതം. ഞാൻ നീനു. സദ്യയിൽ കുറുക്കുകാളൻ ഒരു വിഭവമാണ്. മാറ്റി നിർത്തിയാൽ സദ്യ വിഭവങ്ങൾക്ക് പൂർണ്ണതയില്ല. വളരെ സ്വാദിഷ്ടവും വളരെ പെട്ടെന്ന് ചെയ്തെടുക്കാവുന്ന ഒരു റെസിപ്പിയാണ് കുറുക്കുകാളൻ്റേത്. ഓണസദ്യ വിഭവങ്ങളുടെ റെസിപ്പികൾ ഏറെക്കുറെ ഞങ്ങൾ അപ്ലോഡ് ചെയ്ത് കഴിഞ്ഞു. തുടർന്നും അപ്ലോഡ് ചെയ്യുന്നുണ്ട്. ഓണത്തിനായി ഞങ്ങൾ ഒരുങ്ങിക്കഴിഞ്ഞു. നിങ്ങളുടെ ഈ ഓണം സ്ട്രോബെറി ചാനലിനോടൊപ്പം ആഘോഷിക്കൂ. കുറുക്കുകാളൻ തയ്യാറാക്കാം. അതിനായി ആദ്യം ഇതിലേക്ക് വേണ്ട കഷ്ണങ്ങൾ വാഴയ്ക്കായും ചേനയും വേവിക്കാനായിട്ട് എടുക്കാം. അതിനായി ഒരു പാനിലേക്ക് ഒരു വാഴയ്ക്കായും അതിനൊപ്പം അളവിൽ ചേനയും എടുക്കാം. ഏത്തയ്ക്ക നടുവിനെ മുറിച്ച് ചെരിച്ചാണ് അരിഞ്ഞ് എടുത്തിരിക്കുന്നത്. കുറച്ച് വലുപ്പത്തിലാണ് കഷ്ണങ്ങൾ ചെയ്തിരിക്കുന്നത്. ഇതിലേക്ക് 1 കപ്പ് വെള്ളവും 3/4 ടീസ്പൂൺ കുരുമുളക് പൊടിയും 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും ചേർത്ത് വേവിക്കാനായി വയ്ക്കാം. ഇത് 15 മിനിറ്റ് വരെ എടുക്കും വേവിച്ച് കിട്ടാൻ വേണ്ടി. തിളച്ചു തുടങ്ങുമ്പോൾ ലോ ഫ്ലെയിമിലാക്കി മൂടി വെച്ച് വേവിക്കാം. ഇത് ഇടയ്ക്കിടയ്ക്ക് ഒന്ന് ഇളക്കി കൊടുക്കാൻ മറക്കരുത്. ഈ സമയത്ത് ഇതിലേക്ക് വേണ്ട അരപ്പ് റെഡിയാക്കി വയ്ക്കാം. ഇതിനായി 1/2 കപ്പ് തേങ്ങ ചിരണ്ടിയതാണ് എടുത്തിരിക്കുന്നത്. മിക്സിയുടെ ജാറിലേക്ക് ആദ്യം കുറച്ച് തേങ്ങ ഇട്ട് കൊടുക്കുക. ഇനി ഇതിലേക്ക് 2 തണ്ട് കറിവേപ്പിലയും 1 പച്ചമുളകും ഇട്ട് കൊടുക്കുക. 1/2 ടീസ്പൂൺ നല്ല ജീരകപ്പൊടി ചേർത്ത് കൊടുക്കുക. ജീരകമാണ് ഇടുന്നതെങ്കിൽ 1/4 ടീസ്പൂൺ ഇട്ടാൽ മതി. നല്ല എരിവുള്ള പച്ചമുളക് ആയതുകൊണ്ട് ഒരെണ്ണം ചേർത്തതേ ഉള്ളൂ. എന്നാൽ എരിവ് കുറഞ്ഞതാണെന്നുണ്ടെങ്കിൽ 1 കൂടുതൽ ചേർക്കണം. ഇനി ഇതിലേക്ക് ബാക്കി തേങ്ങ കൂടി ചേർത്ത് ഒന്ന് ഒതുക്കിയെടുക്കാം. ഒതുക്കിയെടുത്തതിന് ശേഷം ബാക്കിയുള്ള തേങ്ങയും കൂടെ ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇനി ഈ കറിയിൽ വെള്ളം ചേർക്കുന്നില്ല. തൈര് ചേർത്താണ് അരച്ചെടുക്കുന്നത്. കുറച്ച് തൈര് ചേർത്ത് ഇത് നല്ലതുപോലെ വെണ്ണ പോലെ അരച്ചെടുത്തോണ്ട് വരാം. ഇതിപ്പം ഇവിടെ വെണ്ണ പോലെ അരച്ചു. ഒരു 1/2 കപ്പ് തൈരാണ് ഇതിനു വേണ്ടി ഇവിടെ എടുത്തിരിക്കുന്നത്. ഇനി കഷ്ണങ്ങൾ വെന്തു എന്ന് നോക്കാം. വെള്ളമെല്ലാം വറ്റിയിട്ടുണ്ട്. നമുക്കൊന്ന് മെല്ലെ ഇളക്കി കൊടുക്കാം. കഷ്ണങ്ങൾ വെന്തോ ഒന്ന് നോക്കാം. ഇവിടെ കഷ്ണങ്ങളൊക്കെ നന്നായിട്ട് വെന്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഈ സമയത്ത് ഒരു 1/4 ടീസ്പൂൺ നെയ്യ് ചേർത്ത് കൊടുക്കാം. നെയ്യുടെ സ്വാദിഷ്ടമില്ലാത്തവർക്ക് ചേർത്ത് കൊടുക്കണമെന്നില്ല. അടി പിടിക്കാതെയും ഒക്കെ സഹായിക്കാൻ നെയ്യ് ചേർക്കുന്നത് നല്ലതാണ്. ഇനി ഈ സമയത്ത് ഇതിലേക്ക് കുറച്ച് ഉപ്പും കൂടെ ചേർത്ത് നല്ലതുപോലെ മിക്സ് ചെയ്തെടുക്കാം. വെള്ളം എല്ലാം നന്നായിട്ട് പറ്റി കഷ്ണങ്ങൾ വെന്തു. ഇനി നമുക്കിതിലേക്ക് തൈര് ചേർത്ത് കൊടുക്കണം. നല്ലതുപോലെ ബീറ്റ് ചെയ്ത് തൈര് ചേർത്ത് കൊടുക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണം. മൊത്തത്തിൽ 1/2 ലിറ്റർ തൈരാണ് ഈ കറിയിലേക്ക് എടുത്തിരിക്കുന്നത്. അതിൽ 1/2 കപ്പ് ആദ്യം അരപ്പിൽ ചേർത്തു. ബാക്കി തൈരാണിപ്പോൾ ചേർക്കുന്നത്. ചെറിയ പുളിയുള്ള തൈര് വേണം ഉപയോഗിക്കാൻ. അപ്പോഴാണ് കറിക്ക് നല്ല ടേസ്റ്റ് കിട്ടുന്നത്. റൂം ടെമ്പറേച്ചറുള്ള തൈരായിരിക്കണം ഒഴിച്ചു കൊടുക്കേണ്ടത്. മിക്സിയിൽ അടിച്ചോ ബിസ്കോ ഫോർക്കോ ഉപയോഗിച്ച് നല്ലതുപോലെ ബീറ്റ് ചെയ്തോ നമുക്കിതിലേക്ക് തൈര് ചേർത്ത് കൊടുക്കാം. കട്ടയൊന്നും ഇല്ലാതെയായിരിക്കണം തൈര് ചേർത്ത് കൊടുക്കേണ്ടത്. തൈര് ഒഴിച്ചു കഴിഞ്ഞാൽ ഇളക്കി കൊടുത്തുകൊണ്ടിരിക്കണം. പിരിഞ്ഞു പോകാതിരിക്കാൻ വേണ്ടിയാണ് ഇങ്ങനെ ഇളക്കി കൊടുത്തുകൊണ്ടിരിക്കുന്നത്. ഒരു മീഡിയം ഫ്ലെയിമിലിട്ട് ഇതുപോലെ ഇളക്കി കൊടുത്തുകൊണ്ടിരിക്കാം. നല്ലതുപോലെ തിള വന്നു കഴിഞ്ഞാൽ പിന്നെ പിരിയത്തില്ല. അതുവരെ നമുക്കിതുപോലെ ഇളക്കി കൊടുത്തുകൊണ്ടിരിക്കാം. നല്ലതുപോലെ തിള വന്നിട്ടുണ്ട്. ഇനി ഈ തൈര് ഒന്ന് കുറുകി കുറച്ച് പറ്റി വരണം. അതിനുശേഷമാണ് ഇതിലേക്ക് അരപ്പ് ചേർക്കുന്നത്.
ഇവിടെ നന്നായിട്ട് കുറുകി തൈര് വറ്റി വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് അരപ്പ് ചേർത്ത് കൊടുക്കാം. അരപ്പ് ചേർത്തതിന് ശേഷം തിളപ്പിക്കുന്നില്ല. അരപ്പിലേക്ക് നല്ലതുപോലെ ചൂടൊന്ന് കയറി വന്നാൽ മതി. 2 തൊട്ട് 3 മിനിറ്റ് വരെ നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം നമുക്ക് തീ ഓഫ് ചെയ്ത് വെക്കാവുന്നതാണ്. ഇതിപ്പം അരപ്പിലേക്ക് ഇവിടെ നല്ലതുപോലെ ചൂടൊക്കെ വന്നു. ഇനി നമുക്കിത് ഓഫ് ചെയ്ത് മാറ്റി വയ്ക്കാം. ഇനി കറി ഒന്ന് താളിച്ചെടുക്കണം. അതിനായി ഒരു പാൻ വെച്ച് 2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ തന്നെ ഒഴിച്ചു കൊടുക്കാം. എണ്ണ നന്നായി ചൂടായി കഴിഞ്ഞതിന് ശേഷം 1/2 ടീസ്പൂൺ കടുകിട്ട് കൊടുക്കുക. കടുക് നല്ലതുപോലെ പൊട്ടണം, എങ്കിലാണ് കറിക്ക് നല്ല ടേസ്റ്റ് വരുന്നത്. കടുക് ഏകദേശം പൊട്ടി തീരാറായി. ഇനി അതിലേക്ക് ഒരു പിഞ്ച് ഉലുവയിട്ട് കൊടുക്കുക. 3-4 വറ്റൽമുളകും 1 തണ്ട് കറിവേപ്പിലയും കൂടെ ചേർത്ത് നന്നായിട്ട് ഇളക്കി മൂപ്പിച്ച് എടുക്കാം. ഇനി ഇത് കാളനിലേക്ക് ചേർത്ത് കൊടുക്കുകയാണ് ചെയ്യേണ്ടത്. കാളനൊക്കെ തലേദിവസം തന്നെ ചെയ്ത് വെക്കാവുന്ന കറിയാണ്. പിറ്റേ ദിവസത്തേനുള്ള സദ്യക്ക് തലേദിവസം ചെയ്ത് വെച്ചാൽ നല്ല ടേസ്റ്റായിട്ട് തന്നെ കഴിക്കാനായിട്ട് സാധിക്കും. അവസാനമായി ഒരു പിഞ്ച് ഉലുവാപ്പൊടി ചേർത്ത് ഇളക്കി കൊടുക്കുക. ഇത് കറിക്ക് നല്ലൊരു സ്വാദും ഫ്ലേവറും ഒക്കെ കിട്ടുന്നതിന് നല്ലതാണ്. അങ്ങനെ ഇവിടെ വളരെ പെട്ടെന്ന് തന്നെ സ്വാദിഷ്ടമായ കൂർക്കുകാളൻ തയ്യാറായി കഴിഞ്ഞു. ഇനി സദ്യക്ക് കൂർക്കുകാളൻ ഒഴിവാക്കരുത്. ഈ ഓണത്തിന് ഇതുപോലെ ഒന്ന് വച്ചു നോക്കണം. ഇഷ്ടമായ ഞങ്ങളെ അറിയിക്കണം. നിങ്ങളുടെ കമൻറ്റും ഫീഡ്ബാക്കും ഞങ്ങൾ ഏറെ വിലമതിക്കുന്നു. അഭിപ്രായങ്ങൾ എന്തു തന്നെയായാലും മടിക്കാതെ ഞങ്ങളെ അറിയിക്കുമല്ലോ. ഞങ്ങളുടെ ഒരു കംപ്ലീറ്റ് ഓണസദ്യയുടെ വീഡിയോ ഉണ്ട്, അത് കാണാൻ മറക്കരുത്. മറ്റൊരു ഓണവിഭവമായി ഇനിയും വരും. താങ്ക്സ് ഫോർ വാച്ചിങ്. ഈ ഓണം സ്ട്രോബെറി ചാലിനോടൊപ്പം.